ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന വിരുന്നിൽ മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെത്തി മതമേലധ്യക്ഷന്മാരെ കണ്ടു. വിവരങ്ങളുമായി രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. രാഗേഷ്, കൂടുതൽ വിശാലമായ സമീപനങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ള രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കുകയാണ് ബിജെപി. അതിന്റെ ഭാഗമായി തന്നെ ക്രിസ്മസ് സമയത്ത് കൂടുതൽ മതമേലധ്യക്ഷന്മാരെ കാണുക, ആശംസകൾ അർപ്പിക്കുക, ഏതെല്ലാം രീതിയിലാണ് നേതാക്കന്മാർ കൂടിക്കാഴ്ചകൾ നടത്തിയത്? അപർണ, പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ ക്രിസ്മസ് വിരുന്ന് തുടരുകയാണ്. 12 കൂടി തന്നെ ഈ അതിഥികളെല്ലാവരും തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. മതമേലധ്യക്ഷന്മാർ, ഒപ്പം തന്നെ കലാ സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖർ, ഒപ്പം തന്നെ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് പരിപാടി നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ്. ഏതായാലും കേവലം ക്രിസ്മസ് വിരുന്നിന് അപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിൽ മുറിവുണക്കേണ്ടതുണ്ട്. അങ്ങനെ അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ വീണ്ടും ഒപ്പം നിർത്തുക എന്ന ശ്രമം തന്നെയാണ് ഈ ക്രിസ്മസ് വിരുന്നിലൂടെ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി കേവലം 3 മാസം താഴെ മാത്രമാണ് സമയമുള്ളത്. ഒപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിൽ, മണിപ്പൂർ കലാപത്തോടു കൂടി ക്രൈസ്തവ വിഭാഗം കേന്ദ്ര സർക്കാരുമായി ബിജെപിയുമായി അകലുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇത്തരത്തിൽ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നേരത്തെ തന്നെ സ്നേഹയാത്ര ബിജെപി സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദേശം വിവിധ സഭാ ആസ്ഥാനത്തെത്തിയും ഒപ്പം തന്നെ ക്രൈസ്തവ പ്രമുഖരെ അടക്കമുള്ളവർ കണ്ടുകൊണ്ടും ഇത്തരത്തിൽ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് 21-ാം തീയതി ബിജെപി തുടക്കമിട്ടിരുന്നു. കെ സുരേന്ദ്രൻ കർദിനാൾ ആലഞ്ചേരിയെ കണ്ടുകൊണ്ടാണ് ആ യാത്രയ്ക്ക് തുടക്കമിടുകയും ചെയ്തത്. അത് 31-ാം തീയതി വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു യാത്ര നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, കേരളത്തിന് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഭാ പ്രതിനിധികളെയും ഇത്തരത്തിൽ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിന് സമാനമായി തന്നെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ഗോൾഡാക്കാന പള്ളിയിലെത്തുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും സഭാ അധ്യക്ഷന്മാരെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വാഭാവികമായും ഒരു വിരുന്നിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിരുന്ന് സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ വിരുന്ന് തുടരുകയാണ്.